നിരവധി സേവന പ്രവർത്തനങ്ങൾ നടത്തി ശ്രദ്ധ നേടിയ ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം നടപ്പിലാക്കുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതി 1 വർഷം പിന്നിടുന്നു. ഉപയോക്താക്കൾക്ക് ഏറെ ഉപകാരപ്രദമാണ് ഈ പദ്ധതി. പ്രത്യേകിച്ച് ഓണക്കാലത്ത് ഭക്ഷ്യസാധനങ്ങളുടെ അമിത വിലയിൽ നിന്ന് രക്ഷ നേടാം. പദ്ധതി പ്രകാരം ക്ഷേത്ര ട്രസ്റ്റിന്റെ പരിധിയിൽ ജാതിമതഭേദമന്യേ എല്ലാ കുടുംബങ്ങൾക്കും 10 ഇനം പലവ്യഞ്ജന സാധനങ്ങൾ കുറഞ്ഞ വിലയിൽ എല്ലാ മാസവും വിതരണം ചെയ്യുന്നു. ഓരോ മാസവും നിശ്ചിത ദിവസത്തിലാണ് വിതരണം. ക്ഷേത്രം ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിൽ തിരുവൈരാണിക്കുളം ജംഗ്ഷനിലുള്ള കെട്ടിടത്തിലാണ് വിതരണം നടക്കുന്നത്. അരിയും പഞ്ചസാരയും വെളിച്ചെണ്ണയും അടക്കമുള്ള സാധനങ്ങൾ പൊതുമാർക്കറ്റിലെ വിലയിൽ നിന്ന് 10 രൂപ വരെ കുറച്ചാണ് വിതരണം നടത്തുന്നത്. ക്ഷേത്ര ട്രസ്റ്റിന്റെ പരിധിയിലെ 500ഓളം കുടുംബങ്ങൾക്ക് പദ്ധതിയുടെ കാർഡ് നൽകിയിട്ടുണ്ട്. ഇതിൽ 350ലധികം കുടുംബങ്ങൾ നിലവിൽ പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ്. 12 ലക്ഷം രൂപയാണ് പദ്ധതിക്ക് വേണ്ടി 1 വർഷം ക്ഷേത്ര ട്രസ്റ്റ് സബ്സിഡി നൽകുന്നത്. തിരുവൈരാണിക്കുളം ക്ഷേത്ര ട്രസ്റ്റ് ഭക്ഷ്യസുരക്ഷാ പദ്ധതി പ്രകാരം ഈ ക്ഷേത്രത്തിൻ്റെ പരിധിയിലുള്ള ഏതാണ്ട് ഒരു 500 കുടുംബങ്ങൾക്ക് സബ്സിഡി നിരക്കിൽ ഭക്ഷണ സാധനങ്ങൾ, പലവ്യഞ്ജന സാധനങ്ങൾ കൊടുക്കാൻ തീരുമാനിക്കുകയും അത് പിന്നിട്ട് ഈ ഓണത്തിനോട് എത്തുമ്പോൾ 1 വർഷം പൂർത്തീകരിക്കുകയാണ്. ഇത് 500 കുടുംബങ്ങൾക്ക് നമ്മളിത് കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു 350ഓളം കുടുംബക്കാർ സ്ഥിരമായിട്ട് എല്ലാ മാസവും ഇതിൻ്റെ സൗകര്യം ഉപയോഗിക്കുന്നുണ്ട്. ഓരോ മാസം കഴിയുന്തോറും ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട്. ഇത് വളരെ രീതിയിൽ വിപുലീകരിച്ച് നല്ല രീതിയിൽ കുറച്ചും കൂടെ ജനങ്ങളിലേക്ക് എത്തുന്ന രീതിയിൽ വിപുലപ്പെടുത്തുവാനായിട്ട് ക്ഷേത്ര ട്രസ്റ്റ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ട്രസ്റ്റ് ഇതിന് ഒരു കൊല്ലം 12 ലക്ഷം രൂപയാണ് ചെലവഴിക്കുന്നത്. അതായത് ഓരോ മാസം 1 ലക്ഷം രൂപ ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് ചിലവാക്കുന്നുണ്ട്. അപ്പോൾ ക്ഷേത്രം എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഏറ്റവും ക്വാളിറ്റി കൂടിയ അരി ഉൾപ്പെടെയുള്ള ഭക്ഷ്യ വസ്തുക്കൾ വാങ്ങിച്ചിട്ട് അതിൽ ഈ 1 ലക്ഷം രൂപയുടെ എമൗണ്ട് കൂടി കുറച്ച് ഏറ്റവും, അതായത് ഒരു കിലോയ്ക്ക് 29 രൂപ 30 രൂപയാണ് ഒരു കിലോ അരിക്ക് വരുന്നത്. ആ രീതിയിൽ വളരെയധികം ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഭക്ഷ്യവസ്തു, അതായത് പലവ്യഞ്ജന വസ്തുക്കൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കൊടുക്കുവാനായിട്ട് ഇങ്ങനെ ഹോൾസെയിൽ മൊത്തക്കച്ചവടക്കാരിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ക്ഷേത്രം ചെയ്യുന്ന പല ജനോപകാരപ്രദമായ നടപടികളിൽ ഒരു ഭാഗം മാത്രമാണ്. അപ്പോൾ ഇത് വളരെ ശക്തമായിട്ട് രീതിയിൽ ഒരു സൂപ്പർ മാർക്കറ്റ് രൂപത്തിൽ തന്നെ ഇത് മാറ്റണമെന്നുള്ളൊരു ആഗ്രഹവും ക്ഷേത്ര ട്രസ്റ്റിനുണ്ട്. പദ്ധതിയുടെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് ഈ മാസത്തെ കിറ്റിനോടൊപ്പം പാലട പാക്കറ്റും സൗജന്യമായി നൽകും. എല്ലാ വീട്ടുകാർക്കും ഗുണനിലവാരമുള്ള ഭക്ഷ്യവസ്തുക്കൾ കുറഞ്ഞ നിരക്കിൽ നൽകുകയാണ് ലക്ഷ്യമെന്ന് ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു. എൻലൈറ്റ് ന്യൂസ്, അങ്കമാലി.